ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ലഹരി മാഫിയ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം വർദ്ധിച്ചു വരികയാണ്. ലഹരി ഉപയോഗവും ഏറ്റുമുട്ടലുകളും പതിവാണ്. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വാഗമൺ പോലീസും നാട്ടുകാരും കൈകോർത്ത് പ്രതിരോധം തീർക്കുന്നത്. ഇതിന്റെ ഭാഗമായി പോലീസും വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സന്നദ്ധ, യുവജന സംഘടനകളും ചേർന്ന് ലഹരി ഉപയോഗത്തിനെതിരെ നിരന്തരമായ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുക, വാർഡ് തലത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബ സദസ്സുകൾ ചേർത്തും ഭവന സന്ദർശനങ്ങൾ നടത്തിയും പരിഹാര മാർഗങ്ങൾക്ക് രൂപം നൽകുന്നത്. 16-ന് പ്രദേശത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ദിനമായി ആചരിക്കും. 10-ന് അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രചരണ ബാഡ്ജ് ധരിക്കും. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും മറ്റ് ദൃശ്യ അച്ചടി മാധ്യമങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റപ്പെട്ട മേഖലയിലുള്ള ലഹരി ഉപയോഗ കേന്ദ്രങ്ങൾക്കെതിരെ പ്രതികരിക്കും. പോലീസിന്റെ രാത്രികാല നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ജനകീയ സമ്മർദ്ദം ചെലുത്തും. വാഗമൺ പോലീസ് സ്റ്റേഷൻ ഹാളിൽ ചേർന്ന ജാഗ്രതാ സമിതി യോഗത്തിൽ പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ, വാഗമൺ KTDS പ്രസിഡന്റ് വി സജീവ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ്, വാഗമൺ SHO ക്ലീറ്റസ് ജോസഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ മിനി സുരേന്ദ്രൻ, വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, അംഗനവാടി ആശാ പ്രവർത്തകർ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. SI ബിനോയ് തോമസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.